ഗുജറാത്തിൽ കനത്ത നാശനഷ്ടം സൃഷ്ടിച്ച് ബിപോർജോയ് ചുഴലിക്കാറ്റ്. ഭാവ്നഗർ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 2 പേർക്ക് ജീവൻ നഷ്ടമായി, 23 പേർക്ക് പരിക്കേറ്റു. ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിൽ കരതൊട്ട ചുഴലിക്കാറ്റ് വൈകിട്ടോടെ ദക്ഷിണ രാജസ്ഥാനിൽ പ്രവേശിക്കുമ്പോഴേക്കും ദുർബലമായി ന്യൂനമർദ്ദമായി മാറും. അതേസമയം രാജസ്ഥാനിലെ തെക്കൻ ജില്ലകളിൽ വ്യാപകമായി മഴ തുടരുകയാണ്. ജക്കാ പോർട്ടിന് സമീപമായി കരതൊട്ട ബിപോർജോയെ തുടർന്ന് കനത്ത മഴയും കാറ്റുമാണ് ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിലും സൗരാഷ്ട്ര, കച്ച്, ഭൂജ് മേഖലകളിലും ഉണ്ടായത്. മണിക്കൂറിൽ 115 കിലോമീറ്ററിനേക്കാൾ വേഗതയിൽ വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. മരങ്ങൾ വീണതോടെ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും പൊട്ടിവീണു. ഇതോടെ 940 ഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം നഷ്ടമായി. ഹൈവേയിലേക്കടക്കം മരങ്ങൾ വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പുലർച്ചെ വരെ ശക്തമായ മഴയാണ് മാണ്ഡ്വി, ഓഖ, ഭൂജ്, ദ്വാരക, കച്ച് എന്നിവിടങ്ങളിലുണ്ടായത്. തുടർന്ന് കരയിലേക്ക് കടന്ന ബിപോർജോയ് ശക്തി കുറഞ്ഞ് തീവ്ര ചുഴലിക്കാറ്റാവുകയും ചെയ്തു. മുൻകരുതലെന്ന നിലയിൽ 99 ട്രെയിനുകൾ റദ്ദാക്കിയിരുന്നു. മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറഞ്ഞതോടെ റെയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുകയാണ്. റോഡുകളിൽ വീണ മരങ്ങൾ മുറിച്ചു നീക്കിയതോടെ റോഡ് ഗതാഗതവും പുനഃസ്ഥാപിക്കപ്പെട്ടു. ബിപോർജോയെ തുടർന്ന് 1,74,000 ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്കും അതിഥികളിലേക്കും തിരിച്ചെത്താം. ഇടവേള.